അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പള്ളി കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പോവാട്ടോ ഗൈസ്. അപ്പോൾ ആൾട്ടറിനാണ് വീഡിയോ എടുക്കണേ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോണത് അപ്പോൾ നമ്മൾ ഇനി നമ്മൾ കാണിക്കാൻ പോണത് നമ്മൾ പ്രകൃതി വൈവിധ്യങ്ങൾ നമ്മുടെ മലയുടെ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ എൻ്റെ അനിയനാണ് ആ സ്കൂട്ടറിൽ പോണേ. നമുക്ക് എടുക്കാൻ പറ്റും ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ ഇത് ഈ കാണിക്കുന്നത് ഞങ്ങൾക്ക് കണ്ടിട്ടൊരു ഷാർക്കായിട്ടൊക്കെ തോന്നുന്നു. നിങ്ങൾക്ക് എന്നാ തോന്നുന്നത് ഗൈസ്? അപ്പോൾ നമ്മൾ താഴോട്ട് വന്നേക്കൊണ്ട് ചെയ്യാൻ പോകണം. ഇതാണ് ഗൈസ് ഇവിടുത്തെ പ്ലാവ് എന്ന് പറയാം. പ്ലാവ് നിങ്ങൾ കണ്ടിട്ട് വേണം. പക്ഷേ ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ. പിന്നെ അവിടെ ഒരു വലിയൊരു മാവുണ്ട്, പിന്നെ കുറേ മരങ്ങളുണ്ട്. പിന്നെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ വഴി. ഞങ്ങൾ ഇറങ്ങിപ്പോയി കാണിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ആനപ്പാറ എന്നൊരു പാറ ഞങ്ങൾ തന്നെ പറ്റണം ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആനപ്പാറ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ പാറ. അതിൻ്റെ മണ്ടയ്ക്ക് പോകണ്ടോ? അത് ഞാൻ എന്നും എടുക്കാൻ നോക്കുമ്പോൾ പറ്റുന്നു. ഞങ്ങൾ ആനപ്പുറവി കൂട് ഇതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഒരു വലിയ കോളവിയുടെ കൂട് കാണാമോ? ഇവിടെയാണ് ആ കാണുന്നതാണ്. പന്തം പോലെ ഇരിക്കുന്നതാണ് ഗൈസ്. അതിൻ്റെ ആ ഒരു കൂടം കുത്തിയാൽ തന്നെ നമുക്ക് ചത്തുപോകും. പിന്നെ നമ്മളൊരു ചെറിയ തോട് എന്നാണ് പറയുന്നത്, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, കുഞ്ഞ് വാട്ടർഫോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽക്കൂടെ ഇറങ്ങി നോക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു വാട്ടർഫോൾ നമുക്ക് കാണാൻ പറ്റും. മുള്ളാണ് ഗൈസ്, അതുകൊണ്ടാണ് അധികം അപ്പുറത്തേക്ക് പോകാത്തത്. നമുക്ക് അങ്ങോട്ട് ഓക്കെ, ഇതിൻ്റെ അടിയിലെ ഭംഗി നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ആൽബർട്ട് പറയും അതിനെക്കുറിച്ച്. ഞണ്ടിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ അടിയിലെ ദൃശ്യം. പിന്നെ അടുക്കാണ് ഗൈസ്, ഏറ്റവും അടിയിൽ ഞങ്ങൾ പോയി കാണിച്ചു തരാം. പിന്നെ അവിടെ ഒരു ഞണ്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെ ഇത് അവിടെ ആയിട്ട് കുറേ ഇടുക്കിലായിട്ട്, പിന്നെ ഇതിൽ കൂടെ ഇടുക്കിയാണ് ഞണ്ടൊക്കെ ഇരിക്കാറ്. ഓരൊക്കെ നിൽക്കണതാണ്. ഒളിഞ്ചോ? നിങ്ങൾ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണത്തില്ല. കുറേ ഞണ്ടൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കൊടയത്തൂർ വരുവാണെങ്കിൽ, തൊടുപുഴ കൊടയത്തൂർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് മുതിയാമല എന്ന് പറഞ്ഞൊരു ഇതാണ് അറിയപ്പെടുന്നത്. കൈപ്പ റൂട്ടിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ ഉള്ള സ്ഥലമാണിത്. ഇപ്പം കുറച്ചിവിടെ കാടൊക്കെ പിടിച്ചു കൊടുക്കുകയാണെങ്കിലും കാട് പിടിക്കുന്നതാണെങ്കിൽ കാടിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക്. പിന്നെ ഇതല്ല, ഇതിനെക്കാട്ടും മനോഹരമായിട്ടുള്ള ഒരു സീൻ നിങ്ങൾക്ക് ആണെങ്കിൽ ഈ മലയുടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ മണ്ടയിലേക്ക്, അതാണ് ഞങ്ങളുടെ പള്ളി. അതിൻ്റെ മുകളിലൊക്കെ ഇതാണ് ഇവിടെ. ഇത് ആനപ്പാറയുടെ വ്യൂ നമുക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് കാണത്തില്ല, പക്ഷേ നേരിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് കൊടയത്തൂർ മുതിയാമല. കൈപ്പാറ റൂട്ടിലേക്ക് മുകളിലേക്ക് വരുവാണ്. ഇതാണ് പിന്നെ അതിൻ്റെ ഏറ്റവും അടിയിലുള്ള ദൃശ്യം. ഒരു സ്മോൾ വാട്ടർഫോൾ എന്ന് വേണമെങ്കിൽ പറയാനുള്ളതാണോ? അല്ലട്ടെ, ചെറിയ ഒരു ചെറിയ വെള്ളച്ചാട്ടം. പിന്നെ ഇവിടെ വന്നിട്ട് കൂടി നിന്നിട്ട് ബാക്കിൽ താഴെ കുളിക്കാൻ പറ്റില്ല. അത് കുളിക്കാൻ പറ്റില്ല. അത് മോളിലത്തെ കുറച്ച് ആൾക്കാരൊക്കെ ചീത്ത വെള്ളമായിട്ടാണ് ഇത് പന്നിക്കൂടെ കോരിക്കോ. പക്ഷെ നല്ല ഭംഗിയാണ്. കാലൊക്കെ കഴുകി നമുക്ക് ഇതിൻ്റെ വന്നുമ്പോൾ. അപ്പോൾ മുറിവുണ്ടെങ്കിൽ പറ്റും. ഇതിൻ്റെ ഫൈനലില്ല. ഇത് കഴിഞ്ഞ് വേറെ ഒന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കൈപ്പ റൂട്ടിലേക്ക് പോകുന്നൊരു വഴിയിൽ ഇതിൻ്റെ ബാക്കി സംഭവം ഉണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോഴേക്കും നിങ്ങളപ്പോൾ വൈൻഡപ്പ് ചെയ്യും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണിച്ചു തരാം. തുടങ്ങിക്കോ. ഇതാണ് നമ്മുടെ ഈ കുഞ്ഞ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രകൃതി പിന്നെ ആ തുളക്കൂടെയാണ് ഈ വെള്ളം പോകുന്നത്. അപ്പോൾ ഗൈസ് വേറൊരു കാര്യം പറയാം. ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ പിള്ളേരാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നൊന്നും അറിയത്തില്ല. അത് കാരണം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാട്ടിക്കൂട്ടാം. ഓക്കെ, തന്നെ നമുക്ക് അടുത്തൊരു വ്യൂസിലേക്ക് പോകാം. ഇതാണ് കൈപ്പയിലേക്ക് പോകുന്ന റൂട്ട്. കൈപ്പ വീടൊക്കെ ഉണ്ട്. താരത്തെ ഭംഗി കാണിച്ചിട്ട് ഇതാണ് അതിൻ്റെ അവസാനത്തെ ഭംഗി എന്ന് പറയാൻ. ഇവിടെ കുറേ ലെവലിയുടെ കാട്ടുവള്ളിയോ ഉണ്ട്. ഇതിൻ്റെ ഇപ്പോടെ ഒരു പാറയിൽ കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇതാണ് ആ തോടിൻ്റെ അവസാനം. കുറേ കാടും ഒക്കെയുള്ള സ്ഥലമാണ്. ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഞണ്ടുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.